ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ശുഭവാർത്തയാണ് വളരെ പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാരുടെ ഇടപെടൽ ഭയങ്കരമായിട്ട് ഉണ്ട്, ബന്ധങ്ങളിൽ വിള്ളൽ കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബന്ധങ്ങളിലാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട്, റിലേഷൻഷിപ്പിലാണ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ഇടപെടൽ കൂടുതലായിട്ട് ഉള്ളത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എവിടെയാണോ ജനിച്ചത് അവിടെ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഫേസ് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് വന്നത്. അവിടെ പോട്ടെ, പിന്നെ കോളേജിൽ പോയി അവിടെയും നിങ്ങൾക്ക് ഫ്രണ്ട്സിൽ നിന്നും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കല്യാണം കഴിഞ്ഞ സ്ഥലത്തും അവിടെയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എല്ലായിടത്തും നിങ്ങൾക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ജനിച്ച സ്ഥലത്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന സമയത്തും ജോലി സമയത്തായിക്കൊള്ളട്ടെ, കല്യാണം കഴിഞ്ഞ് പോയ അവിടെ ആയിക്കൊള്ളട്ടെ, എല്ലായിടത്തും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ കൂടുതലായിട്ടും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും വിഷമങ്ങളും മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ തെറ്റും അവരുടേതാണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ. അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഓപ്പോസിറ്റുള്ള വ്യക്തികൾ വിചാരിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ അവർ നിങ്ങളെ മുദ്ര കുത്തുന്നു, നിങ്ങൾ തെറ്റുകാരാണ് എന്ന്. ചില സമയം നിങ്ങൾക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. അതായത് ഇലൂഷൻ ക്രിയേറ്റ് ആവുന്നു നിങ്ങളുടെ മനസ്സിൽ. ഇവർ ഇങ്ങനെയാണ്, അവരങ്ങനെ തെറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നു. അങ്ങനെയും തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരേ പാറ്റേൺ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു പാറ്റേൺ നിങ്ങൾ അനുഭവിച്ചില്ല. ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എന്തൊക്കെ പാഠമാണോ പഠിക്കാൻ പറ്റിയത് അതെല്ലാം പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഇവിടെ വളരെ മോശമായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ കൈപ്പേറിയ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് മധുരമുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. ചില സമയങ്ങളിൽ പുറത്തുള്ള ആൾക്കാരുടെ ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി പുറത്തുള്ള ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടുകയില്ല. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ ബന്ധങ്ങൾ വന്നാലും അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കത്തില്ല, മറിച്ച് സപ്പോർട്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസ് ഉണ്ടാകും. കാരണം മുന്നേ പുറത്തുള്ള ആൾക്കാർ ഇടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനാണ് നോക്കിയത്. പക്ഷെ ഇനി അങ്ങോട്ടൊരു ബാലൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയെന്ന് വെച്ചാൽ ചില ആൾക്കാർ ചില സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കയറി വരും. അത് ഒരു സമയമാകുമ്പോൾ അവർ വന്നതുപോലെ തിരികെ പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിലെ ഓരോ ആൾക്കാരും. അതായത് ഒന്നുകിൽ വീണ്ടും അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. പിന്നെ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കത്തില്ല, അവരുമായിട്ട് ഒരു ബന്ധം വയ്ക്കുക ഒന്നും ചെയ്യത്തില്ല. അതായത് അവരവരുടെ കാര്യം കഴിഞ്ഞ് അവർ റിലീസായി പോയതുപോലെ. ഇവിടെ ഇനി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു സുരക്ഷ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പുറത്തുള്ള ആൾക്കാരുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇവിടെ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഭദ്രാളിയമ്മ ദുർഗാദേവിയുടെ ഒരു സംരക്ഷണ വലയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ശക്തിയുടെ ആ ഒരു സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രൊട്ടക്ഷൻ ദേവിയുടെ ഇതിൽ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി പുതിയ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നാലും അത് സ്ഥായിയായിട്ട് നിൽക്കും, പകുതി വെച്ച് നിങ്ങളെ വിട്ട് പോവത്തില്ല. ഇനി റിലേഷൻഷിപ്പ് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തെറ്റായ രീതിയിലുള്ള ഒരു ആൾക്കാരും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരികയില്ല. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തുള്ള ആൾക്കാർ ഇടപെടൽ കാരണം വിള്ളൽ ഉണ്ടാവുന്നതായിരുന്നു. അപ്പോൾ അതിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഗുഡ് ന്യൂസായിട്ട്, സന്തോഷ വാർത്തയായിട്ട്
കാണാം നിങ്ങൾക്ക്. കാരണം അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരാണ് നിങ്ങൾ, പുറത്തുള്ള ആൾക്കാരുടെ ഇടപെടൽ കാരണം. ഇവിടെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും കോളോ മെസ്സേജോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് ആ ഒരു ഗുഡ് ന്യൂസും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ട്രയാങ്കിൾ വീണ്ടും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രയാങ്കിൾ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു ഊർജം നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റിലും ഉണ്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേവിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ഭയങ്കരമായിട്ട് അതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപായങ്ങൾ ചെയ്യുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നത്. നിങ്ങൾ അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് പിന്നെയാണ് ലഭിക്കുന്നത്. ഇത് നിങ്ങൾ ആരോട് എന്തോ പറഞ്ഞിട്ട് അവർ അത് നോട്ട് ചെയ്ത് വച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റായി. നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റായി. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് എന്തോ ഒരു ആഗ്രഹം പറഞ്ഞു, ദൈവം അത് നോട്ട് ചെയ്ത് വച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റായി, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ഊർജം നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ദിവസങ്ങളിൽ തന്നെ, ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ആഗ്രഹം പൂർണ്ണമാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സൈൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ സൈൻ മനസ്സിലാക്കാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ സ്റ്റാറിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിൽ ഇമേജ് ത്രൂ, വീഡിയോ ത്രൂ സ്റ്റാറിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കും. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നു അപ്പോഴൊക്കെ മനസ്സിൽ വിചാരിച്ചോളൂ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകാൻ പോകുകയാണ് എന്ന്. പിന്നെ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞു ഈ ഒരു ശത്രുദോഷം, പ്രാക്ക് ദോഷം, പിന്നെ ദൃഷ്ടിദോഷം, കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലാത്തത്, ആൾക്കാരുടെ ദൃഷ്ടി, മോശം ദൃഷ്ടി, കൂടോത്രം, എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നം. അതിന് കണ്ണൂർ ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ മോഹൻലാൽ പോലും പോയി ചെന്ന് മറിസ്തംഭനം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ പോയി ചെന്ന് ആ ഒരു മറിസ്തംഭനം നിങ്ങൾ ചെയ്യുക. ക്ഷേത്രത്തിൻ്റെ പേര് മാമനിക്കുന്ന് ഭഗവതി ക്ഷേത്രം എന്നാണ്. ഞാൻ കൊട്ടിയൂർ പോയപ്പോൾ എനിക്ക് ആ കോവിലിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ട്രെയിൻ സമയം പെട്ടെന്നായതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കോവിലിൽ പോയി നിങ്ങൾക്ക് എന്ത് ദോഷമാണോ ഉള്ളത് ആ ദോഷം മാറാൻ വേണ്ടി ഈ ഒരു മറിസ്തംഭനം ചെയ്യണം. 10 രൂപയാണ് അതിൻ്റെ രസീതാക്കാം. വീട്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തേങ്ങ കൊണ്ടുവരാം. വീട്ടിൽ ചുറ്റും, വീട്ടിൽ എന്താണോ പ്രശ്നമുള്ളത് വീട്ടിൽ ചുറ്റും ഒന്ന് ഉഴിഞ്ഞിട്ട് അങ്ങനെയും കൊണ്ടുവരാം. നമുക്കാണ് ദോഷമുള്ളതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ദോഷം മാറുമല്ലോ. വീട്ടിനാണ് ദോഷം ഉണ്ടെങ്കിൽ വീട്ടിനെ ചുറ്റിയിട്ടാണ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ ഒരു കർമ്മം നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചെയ്തിട്ട് നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ പോയ ആ ഒരു വണ്ടിയുടെ ആൾക്കാരൊക്കെ പറഞ്ഞത് അത്രമാത്രം ആ കോവിലിൽ പോയിട്ട് നല്ലത് സംഭവിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട് എന്നാണ്. അത്രത്തോളം ആൾക്കാർ അവിടെ പോകുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ദോഷം എന്താണോ അത് മാറാൻ വേണ്ടി ഈ ഒരു അമ്പലത്തിൽ പോയി ഈ ഒരു കർമ്മം ചെയ്യുക. ചൊവ്വയും വെള്ളിയും നല്ലതാണ് ഈ ഒരു കർമ്മം ചെയ്യാൻ കൂടുതലായിട്ടും. അപ്പോൾ ആ ദിവസം നോക്കി നിങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, പോയി ഈ കർമ്മം ചെയ്യുക. കാരണം എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. കാരണം എനിക്ക് അവിടെ പോയപ്പോൾ, കണ്ണൂർ പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന 5 ദിവസത്തിനുള്ളിൽ എന്തോ ഒരു കോളോ മെസ്സേജോ വരുന്നതിലൂടെ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു കാര്യം കാരണം ഭയങ്കരമായിട്ട് വിഷമാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത് കാരണം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉറപ്പായിട്ടും മാറുന്നതാണ്, തടസ്സം മാറുന്നതാണ് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ.
ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള ദൈവികമായിട്ടുള്ള ഊർജം എന്തോ ചിന്തിച്ച് വച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു ഊർജത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളെ തടസ്സം മാറ്റാനും ആ ദൈവിക ഊർജം എന്തോ ചിന്തിച്ച് വച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫേവറായിട്ട്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുകയാണ്, എൻ്റെ കൂടെയുള്ള ദൈവിക ഊർജം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരും എന്ന് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് ബിലീവ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. ഒരു ചാബി, ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു ചാബി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ സത്യസന്ധമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. ഇനി ഇങ്ങനെയുള്ള വിഷമഭാവം മാറ്റൂ നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അങ്ങനെ ദുഃഖിക്കാനുള്ള ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്. ഇവിടെ നിങ്ങളുടെ സമയം നല്ലതാവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിക്കവറി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇമ്പോസിബിളായിട്ട് തോന്നുന്നത്, ഒട്ടും തന്നെ നടക്കത്തില്ല എന്ന് തോന്നുന്ന ആ ഒരു കാര്യത്തിൽ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വിഷമം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖവും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ 7 നമ്പർ നിങ്ങളുടെ മൂലാംഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആയിരിക്കാം. എന്തായാലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിശേഷമായിട്ട് എന്തോ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് 7-ാം തീയതി ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശേഷമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കൊണ്ടുതരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ദിവസം 7 നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് സഡനായിട്ടായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം ലഭിക്കാൻ പോവുകയാണെന്ന്. ആ രീതിയിലൊരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചില സമയം ഇങ്ങനെ തോന്നാറുണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ആ ഒരു വാക്കുകൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷേ 10 വ്യക്തിക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം അത് മാനവികതയുടെ ആ ഒരു ചിന്താഗതിയാണ്. എല്ലാവരെയും നമുക്ക് ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഇൻബാലൻസ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അത് ഈ ലോകത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി അനുസരിച്ചാണ്. ഇവിടെ മറ്റുള്ളവരുടെ ആ ഒരു ചിന്ത കാരണം നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഇന്ന് വിഷമമാണെങ്കിൽ നാളെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ ആ ഒരു സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളും മാറുന്നതാണ്. ഇവിടെ 100% നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി മുന്നേ കൂട്ടി നിങ്ങളെ തയ്യാറാക്കുകയാണ് ഈശ്വരൻ. ഇവിടെ നിങ്ങൾക്ക് തോന്നും, എനിക്കും എൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാതിരുന്നത്. എല്ലാം ബാലൻസിൽ വച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിനെ ഭയങ്കരമായിട്ട് തലയിൽ വച്ച് അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഞാൻ വിജയിച്ചു, എനിക്കത് കിട്ടി, ഇത് കിട്ടി എന്നുള്ള രീതിയിൽ സംസാരമോ അഹങ്കാരം കാണിക്കാനോ പാടില്ല. കാരണം ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ആ ഒരു മോശ കർമ്മം കാരണം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ അതേ സ്ഥിതികൾ വീണ്ടും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. മോശം സ്ഥിതികൾ ഒരു പാറ്റേൺ എന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഗ്രൗണ്ട് ടു എർത്തായിട്ട് ഇരിക്കുക നിങ്ങൾ. ഇവിടെ എന്തായാലും ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു പുതിയ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാർട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും കുട്ടികളെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടിത്തം ഉള്ള ആ ഒരു സമയം അത് കാണാൻ സാധിക്കും. ഇവിടെ സ്വപ്നത്തിൽ കുട്ടികളെ കാണുക, അല്ലെങ്കിൽ കുട്ടികളോട് ഭയങ്കരമായിട്ടൊരു സ്നേഹം കൂടുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ത്രൂ, ഇമേജ് ത്രൂ കുട്ടികളുടെ എനർജി ഫുള്ളായിട്ട് കാണാൻ സാധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ആളായിരിക്കും നിങ്ങൾ. ഇവിടെ നിങ്ങൾ പണ്ടത്തെ ആ കുട്ടിത്വ സ്വഭാവമില്ല, ആ സ്വഭാവം വീണ്ടും നിങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കുട്ടിത്വ സ്വഭാവം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി സന്തോഷം ആകർഷിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം നമ്മുടെ വിഷമത്തിൻ്റെ ആ ഒരു ചാബി നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു കുട്ടിത്വ സ്വഭാവം നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി നിങ്ങൾ ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു കുട്ടിത്വം, നിങ്ങളുടെ ബാല സമയത്ത് നിങ്ങൾ എന്തൊക്കെ കുട്ടിത്വം ചെയ്തോ അതേപോലെ ആ കുട്ടിത്വ സ്വഭാവം പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള സ്വഭാവം കൊണ്ടുവരുമ്പോൾ പേടിയായിരിക്കാം. ലൈഫിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ച് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ ആകർഷിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാറേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം സ്റ്റാർട്ടാവാൻ പോവുകയാണ് എന്ന്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുക. 1 2 കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പേന, പെൻസില്, ബുക്ക്, അതായത് ആവശ്യമുള്ള കുട്ടികൾക്ക് പേന, പെൻസില്, ബുക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം കൊടുക്കുക. അതായത് ബുക്ക്, പെൻസില്, ഷാർപ്നർ, ഇറേസർ ഇതൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം നോക്കി കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തെത്തും. ഇവിടെ നിങ്ങളുടെ ജോലിയിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉണ്ടാവുന്നത് അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് പൈസ ഇല്ല ഇതൊക്കെ വാങ്ങിക്കാൻ ഒന്നും വേണ്ട. ഒരു 5 രൂപയ്ക്ക് ഒരു റബ്ബർ അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ പേന, 2 രൂപയ്ക്കോ 3 രൂപയ്ക്കൊക്കെ പേനയുണ്ട്. ആ പേനയായാലും മതി. 2 പേന 2 കുട്ടികൾക്ക് ആവശ്യമുള്ള 2 കുട്ടികൾക്ക് കൊടുത്താൽ മതി. പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെക്കൊണ്ട് 100 രൂപ ചിലവാക്കാൻ പറയുന്നില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 10 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ച് 2 കുട്ടികൾക്ക് കൊടുത്താലും മതി. പേനയായാലും ഇറേസറായാലും കട്ടറായാലും ഒരു പെൻസിൽ വാങ്ങിച്ച് കൊടുത്താലും മതി നിങ്ങൾ. കാരണം കൊച്ചു കുട്ടികൾ ഇപ്പോൾ നഴ്സറിയിൽ പോകുന്ന കുട്ടികൾക്ക് പെൻസിലായിരിക്കാം ചിലപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് പെൻസിൽ യൂസ് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പെൻസിൽ കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കാര്യം സാറ്റർഡേ നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഉറപ്പായിട്ടും ഇത് വർക്ക് ചെയ്യും നിങ്ങൾക്ക്. ഒരിക്കലും നമുക്ക് വേണ്ടി വാങ്ങിച്ച കാര്യം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പുതിയത് വാങ്ങിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ യൂസ് ചെയ്തതോ നമുക്ക് വേണ്ടി വാങ്ങിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇവിടെ കൃഷ്ണപരുന്തിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. 2 കൃഷ്ണപരുന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 ഊർജ്ജം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 കൃഷ്ണപരുന്തിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ. അത് നിങ്ങളുടെ 2 ആ ഒരു ഊർജ്ജത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഒരു സന്തോഷത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വീണ്ടും ഒരു സന്തോഷം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു സുരക്ഷാ കവചം ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സന്തോഷം നിങ്ങളെ മറ്റൊരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 2 ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഇവിടെ ആ 2 ആഗ്രഹത്തിൽ ഒന്നാണ് നിങ്ങൾ പ്രയോറിറ്റിയിൽ വച്ചേക്കുന്നത്. ഈ ഒരു പ്രയോറിറ്റിയിൽ വച്ചേക്കുന്ന ഈ ഒരു ആഗ്രഹം തന്നെ മറ്റേ ആഗ്രഹത്തെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ആഗ്രഹം മറ്റേ ആഗ്രഹത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കും. ഇവിടെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു വിഷ് പൂർണ്ണമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു വിശ്വാസം ഉണ്ടാകും. മുന്നേ വിശ്വാസമില്ലാതിരുന്ന നിങ്ങൾക്ക് വീണ്ടും പലതിലും വിശ്വാസം ഉണ്ടാകും. ഇവിടെ നിങ്ങൾ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്. നിങ്ങളുടെ ലൈഫ് വളരെ സേഫായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ ഇനി ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല. വീണ്ടും വന്നിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നു.
അതായത് അവർ എന്ത് പറയും, ഇവർ എന്ത് പറയും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 10 പേര് ചിലപ്പോൾ 10 അഭിപ്രായമായിരിക്കും പറയുന്നത്. നിങ്ങൾ ആ 10 പേരിൽ കൂടുതലായിട്ട് നല്ലത് പറയുന്നവരാരും ഉണ്ട് എന്ന് നോക്കുക. ഒരു 10ൽ 7 പേര് നിങ്ങളെക്കുറിച്ച് നല്ലതാണ് പറയുന്നതെങ്കിൽ അത് കൂടെ കൊണ്ടുപോകുക. 3 പേര് മോശം പറയുന്നെങ്കിൽ പറയട്ടെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇവിടെ നിങ്ങൾ 3 പേരെ ഇഗ്നോർ ചെയ്യുക. ബാക്കി 7 പേര് നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ, അവരെ കൂടെ കൊണ്ടുപോവുക നിങ്ങൾ. മുന്നേ നിങ്ങളുടെ ലൈഫിൽ 3 പേര് പോലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 7 പേര് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പറയുന്നു. 3 പേര് നിങ്ങൾക്ക് വിപരീതമായിട്ട് പറയുന്നു. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. മുന്നത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. മുന്നേ അതുപോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. എല്ലാവരും നിങ്ങളെ കുറ്റം പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 7 പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. അത് മാത്രം ചിന്തിക്കുക. ഇനി ആൾക്കാരുടെ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ റിലേറ്റഡ് ആയിട്ട് അത് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം രചിക്കാനുള്ള ആ ഒരു പേന നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ നിങ്ങൾക്ക് രചിക്കാൻ സാധിക്കും. അങ്ങനൊരു പേന ഈശ്വരൻ മുൻകൂട്ടി നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ കർത്തവ്യനിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഈ ഒരു കാര്യം ദൈവം ആദ്യം നോട്ടീസ് ചെയ്യുന്നു. നിങ്ങളുടെ ഈ ഒരു കാര്യം നിങ്ങൾ കർമ്മത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു. സമയം വെറുതെ കളയത്തില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ കർത്തവ്യത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സന്തോഷവും നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിഖ്യാതയാവും അല്ലെങ്കിൽ വിഖ്യാതനാവും. പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ഒത്തിരി ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊരു ആദർശനായിട്ടുള്ളൊരു വ്യക്തിയായി മാറുന്നതാണ്. ആൾക്കാർ അങ്ങനെയായിരിക്കും നിങ്ങളെ കാണുന്നതും. നിങ്ങളുടെ പേരിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തോ ഒരു ലെറ്റർ കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേര് പ്രശസ്തമാകുന്ന രീതിയിൽ ഈ ലോകം നിങ്ങളെ അറിയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മ അത് വീണ്ടും നല്ല ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്തു. ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഇങ്ങനെ പൂർണ്ണമാകുന്നതാണ്. അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നും, ദൈവമേ ഞാൻ സ്വപ്നം കാണുകയാണോ, ഞാനിത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് വിട്ടുകളഞ്ഞ കാര്യമാണ്, പക്ഷേ അത് നടന്നു കിട്ടിയല്ലോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾ നല്ലതായിട്ട് ചിന്തിച്ച ഒരു കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾക്കപ്പോൾ അത്ഭുതം തോന്നും. ഇവിടെ നമ്പർ 7ൻ്റെ ഊർജ്ജം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു ഈ ഒരു ഊർജ്ജം നിങ്ങൾ കാണുമ്പോഴെല്ലാം. പക്ഷേ ഇനി ഈ ഒരു 7 നമ്പറിൻ്റെ ആ ഊർജ്ജം കൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമാണ് ലൈഫിൽ കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഒരു മാറ്റം ഫീലാകും. നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാൻ തോന്നും, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നും, നിങ്ങൾക്ക് യോഗ ചെയ്യാൻ തോന്നും. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെ ഹൈയിലാക്കാം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ഹെൽത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എഫക്റ്റ് ആവുന്നതാണ്. ഇത് നിങ്ങൾ നല്ല ഉണക്ക ആൾക്കാരാണ്, എത്ര ആഹാരം കഴിച്ചിട്ടും വണ്ണം വയ്ക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നതായിട്ട് ഫീലാകും. ഇനി നിങ്ങൾക്ക് എപ്പോഴും ആഹാരം വേണ്ട, വെറുപ്പ്, ക്ഷീണം, എപ്പോഴും ക്ഷീണം, ആഹാരം കാണുമ്പോഴേ ഒരു വെറുപ്പ്, അങ്ങനെയൊക്കെ തോന്നുന്നവർ ഇനി ആഹാരം കഴിക്കാൻ തോന്നും. അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എല്ലാം നേരെയാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് റീകവറി ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം അങ്ങനെയാണ്. പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് റീകവറി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ചില സമയം നിങ്ങൾക്ക് തലവേദന വന്നാൽ ടാബ്ലറ്റ് എടുത്താൽ പോലും ആ തലവേദന മാറത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റിക്കവറി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണം കാരണം നിങ്ങൾ കിടക്കുന്നു, പെട്ടെന്ന് ക്ഷീണം മാറുന്നില്ല. അതൊക്കെ ഇനി ഈ ഒരു സമയം നിങ്ങൾ നോക്കൂ, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് മാറുന്നത് എന്ന്. മുന്നുള്ള സമയത്ത് നിങ്ങൾ എന്ത് മോശം ആഗ്രഹിച്ചാലും അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. പക്ഷേ ഇനിയുള്ള സമയം നിങ്ങൾ നല്ലത് ചിന്തിക്കൂ, പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ആകും. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം നല്ലത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ആകും അത്.
എവിടെയാണോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന്മേൽ കാര്യം വരുന്നത് അവിടെ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കിനി എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും കിട്ടുക തന്നെ ചെയ്യും. ആരുടെയും ഇടപെടൽ അതിൽ ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എന്തോ വലിയൊരു കാര്യം അത് നടക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രാരംഭം ആയിക്കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അതായത് ഒരു കൂട്ടം കുട്ടികളുടെ കൂട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതെല്ലാം നല്ല സൈനാണ്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ മെമ്പർ, അതായത് ഒരു കുഞ്ഞു വാവ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കുട്ടിയുടെ ആഗമനം നമ്മുടെ ലൈഫിൽ നമ്മളെ ടെൻഷൻ പതുക്കെ പതുക്കെ മാറ്റുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സുഖം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ആ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരണമെന്നാണ്. നിങ്ങളുടെ ലൈഫ് മാറ്റങ്ങൾ കൊണ്ട് നിറയണം, സന്തോഷമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നിറയണമെന്നാണ്. അപ്പോൾ നിങ്ങൾ റെഡിയായിട്ടിരിക്കുക. 10 തൊട്ട് 15 ദിവസത്തിനുള്ളിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ വഴികൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.